1998 മെയ് 28 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 155. വിശ്വാസമാണ് നിങ്ങളുടെ സമ്പത്ത്. വിശ്വാസമാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങളുടെ ഈശ്വര വിശ്വാസം ഈശ്വരനു വേണ്ടി ചെയ്യുന്ന ഉപകാരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഈശ്വരനോടോ ഗുരുവിനോടോ നിങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ട് ഈശ്വരനോ ഗുരുവിനോ ഒന്നും നേടാനില്ല. വിശ്വാസം ഒരു നിമിഷം കൊണ്ട് ശക്തി നൽകുന്നു. വിശ്വാസം സ്ഥിരതയും കേന്ദ്രീകരണവും ശാന്തതയും സ്നേഹവും നൽകുന്നു. വിശ്വാസമാണ് നിങ്ങളുടെ അനുഗ്രഹം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. എന്നാൽ പ്രാർത്ഥിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യവുമാണ്. ഇതൊരു വിരോധാഭാസമാണ്. ആളുകൾ ലോകത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഈ മുഴുവൻ ലോകവും സോപ്പ് കുമിള മാത്രമാണ്. ആളുകൾക്ക് അവനവനിൽ വിശ്വാസമുണ്ട്, പക്ഷേ തങ്ങൾ ആരാണ് എന്ന് അവർക്കറിഞ്ഞുകൂടാ. തങ്ങൾക്ക് ഈശ്വര വിശ്വാസമുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും, പക്ഷേ അവർക്ക് ശരിക്കും ഈശ്വരൻ ആരാണ് എന്ന് അറിഞ്ഞുകൂടാ. വിശ്വാസം 3 തരത്തിലുണ്ട്. 1. നിങ്ങളിലുള്ള വിശ്വാസം. നിങ്ങളെ തന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു. 2. ലോകത്തെ വിശ്വാസം. ലോകത്തിൽ വിശ്വാസം വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയില്ല. പണം തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ചാണ് നിങ്ങൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത്. എല്ലാം അവിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. 3. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കൂ, അപ്പോൾ നിങ്ങൾ ഉയർച്ചയിലെത്തും. ഈ വിശ്വാസങ്ങളെല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഓരോന്നും ശക്തമാകണമെങ്കിൽ ഇത് 3ഉം ആവശ്യമാണ്. ഒന്നിനെ സംശയിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാം സംശയിക്കാൻ തുടങ്ങും. ബിൽ. നിരീശ്വരവാദികൾക്ക് തങ്ങളിലും ലോകത്തിലും വിശ്വാസമുണ്ട്, പക്ഷേ ദൈവവിശ്വാസമില്ല. ഗുരുദേവ്. അവർക്ക് അവരവരിലും പൂർണ്ണമായ വിശ്വാസമില്ല. മാത്രമല്ല, ലോകത്തിലുള്ള അവരുടെ വിശ്വാസം സ്ഥിരമാവുകയുമില്ല. കാരണം എല്ലായ്പ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകും. വിശ്വാസം നിങ്ങളെ പൂർണ്ണമാക്കുന്നു. രാജേഷ്. വിശ്വാസവും ആത്മവിശ്വാസവും തമ്മിൽ എന്താണ് ബന്ധം? ഗുരുദേവ്. വിശ്വാസം തുടക്കമാണ്, ആത്മവിശ്വാസം അതിന്റെ ഫലമാണ്. നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ലോകത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് മനസ്സമാധാനം തരുന്നു. ഈശ്വര വിശ്വാസം നിങ്ങളിൽ സ്നേഹം ഉണർത്തുന്നു. ജയ് ഗുരുദേവ്.